കേരള വനം വകുപ്പ് ഈ തണ്ണീർക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയെ ഇന്നലെ പിടിക്കുമ്പോൾ തന്നെ അതിൽ എല്ലാ പ്രൊസീജിയറിലും വയലേഷൻ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന എല്ലാ പ്രൊസീജിയറെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ആനയെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാതെ വയ്യ. അത് നഗ്നമായൊരു സത്യമാണ്. കാരണം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഫ്റ്റർ ഡാർക്ക് രാത്രിയാണ് ഇത് നമ്മൾ മയക്കുവെടി വെച്ചിട്ടുള്ളത്, കേരള ഫോറസ്റ്റ് വാച്ച് ചെയ്തിട്ടുള്ളത്. അത് ഒരു പരിധി വരെ ഇന്നലത്തെ സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും അത് നിർവഹിക്കപ്പെടും വേണം. പക്ഷേ അതേസമയം നമ്മൾ ഒരു ആന എന്ന് പറയുന്ന ഒരു മൃഗമാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ആനേനെ അത് ജീവൻ എത്രത്തോളം രക്ഷിക്കാൻ പറ്റും അതിൻ്റെ അറ്റം വരെ പോയതിന് ശേഷമേ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിലേക്ക് കടക്കാൻ പാടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു കാര്യത്തിൽ ഇന്നലെ തന്നെ ഇപ്പം നമ്മൾ അരിക്കൊമ്പൻ്റെ കേസ് കണ്ടതാണ്. അരിക്കൊമ്പൻ കമ്പൻ ടൗണിൽ ഇറങ്ങുന്നു, അവിടെ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അരിക്കൊമ്പൻ ഒരു ഓട്ടോറിക്ഷ മറിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ അരിക്കൊമ്പനെ കണ്ട് പേടിച്ച് വീണ് അദ്ദേഹത്തിന് പിന്നീട് അന്ത്യം സംഭവിച്ചു ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പോൾ ആളുകളെല്ലാം പരിഭ്രാന്തരായിരുന്നു. പക്ഷേ ഇന്നലെ ഇവിടെ മാനന്തവാടിയിൽ ഞാൻ ആ വീഡിയോകളെല്ലാം നിലവിട്ട് കണ്ടതാണ്. ഒരു വീഡിയോയിൽ പോലും ഈ ആന ഒരു പരിധിക്കപ്പുറം വയലൻ്റായിട്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, അത്യാവശ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു, പ്രിവീൽ ചെയ്തിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല അത്. കാരണം ഇപ്പോൾ അരിക്കൊമ്പൻ അന്ന് ഇറങ്ങിയ സമയത്ത് ഈ ഇത്രയും പരിഭ്രാന്തി വരുത്തിയ ആനയെ തമിഴ്നാട് വനംവകുപ്പ് എന്താ ചെയ്തത്? അവർ ആനയെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിച്ചത്. അതിനുശേഷം 2-3 ദിവസത്തിന് ശേഷം പിന്നീടാണ് അവർ മയക്കുവെടി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അരിക്കൊമ്പൻ്റെ ഒന്നാമത്തെ കാര്യം അരിക്കൊമ്പൻ്റെ ആരോഗ്യം, രണ്ടാമത്തെ കാര്യം ഇതിലും ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അരിക്കൊമ്പന് ഒരു മാസത്തെ ഗ്യാപ്പോളം കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 29 നമ്മുടെ കേരള വനംവകുപ്പ് പിടിക്കുന്നു മയക്കുവെടി വെച്ചിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, ജൂൺ 5-നോ 6-നോ മറ്റാണ് തമിഴ്നാട് വനംവകുപ്പ് മയക്കുവെടി വയ്ക്കുന്നത്. അപ്പോൾ ഈ കാലയളവ് പോലും തണ്ണീർക്കൊമ്പന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. ഇത്രയും ഷോർട്ട് ഡ്യൂറേഷനിലാണ് ഈ മയക്കുവെടി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മയക്കുവെടി വെക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരാം. പക്ഷേ ഇത് ചെയ്തിട്ടുള്ളത് ഈ രാത്രി തന്നെ, ഇന്നലെ തന്നെ, അത് അത്ര അത്യാവശ്യമായൊരു ഘട്ടമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. നമുക്കൊരു ആനയാവട്ടെ, ഇപ്പോൾ കരടി ഇതിനു മുന്നേ അന്ന് കിണറ്റിൽ വീണ് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. കടുവയല്ല, ലെപ്പടാന്ന് തോന്നുന്നു, ലെപ്പട് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഒരു പരിധിവരെ ഇതിൽ വെറ്റിനറി സർജൻസും സ്പെഷ്യലിസ്റ്റായ ഡോക്ടർമാരുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവരവരുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ഈ പ്രൊസീജിയർ പ്രകാരം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ കാഷ്വാലിറ്റി ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ വരില്ല. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. പിന്നെ കമ്പത്ത് അരിക്കൊമ്പൻ ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു ഒരാൾ പറത്തുണ്ടായി. ഡ്രോൺ പറത്തിയ ഉടനെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാൾക്കാരെ നടപടി സ്വീകരിച്ചു. പക്ഷേ ഇന്നലെ നമ്മളെ മാനന്തവാടി കണ്ടത് എന്താണ്? അവിടെ 144 പ്രഖ്യാപിക്കുന്നു, പക്ഷേ ജനങ്ങളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നു. ആനയെ പിടിക്കുന്ന സ്ഥലത്ത് ജനങ്ങളുണ്ട്, ജനങ്ങളുടെ അട്ടഹാസം കേൾക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് പ്രകാരം തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ആന ഒരു ഷോക്ക് സിറ്റുവേഷനിലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യവും നമ്മുടെ അധികാരപ്പെട്ട സ്ഥാനങ്ങൾക്ക് വന്ന വീഴ്ച തന്നെയാണ്. അത് പറയാതെ വയ്യ. പിന്നെ അതിനുപരി ഇപ്പോൾ ഈ ആന 2 ദിവസം മുന്നേ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്ന ആനയാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഈ ആന ഇവിടെ പുഴയും നീന്തി കടന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ആനയാണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ദൂരം നടന്ന് ഇപ്പോൾ ഇന്നലെ ഉച്ച അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരെ പല വാഴത്തോട്ടത്തിലും കയറുന്നു. ഇതിലെല്ലാം ആന ഒരു ക്ഷീണിതനായിട്ട് കാണുന്നില്ല അതുവരെയൊക്കെ. അപ്പോൾ ഒരുപക്ഷെ ഇന്നലെ തന്നെ ക്ഷീണിതനായിരുന്നു, ഇന്നലെ തന്നെ ആന വളരെ ടയർഡായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആന ഓൾറെഡി അങ്ങനെ ആണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പരിധി വരെ ഇതിലൊക്കെ ചില എന്താ പറയുക, നമുക്ക് നമ്മുടെ ഒരു കോൺഷ്യൻസ് നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് വ്യക്തമായിട്ടും ക്ലിയറായിട്ടും ഉള്ള ഒരു പ്രോസസ്സാണോ അതിലൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അതാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം. പിന്നീട് ഈ ജനങ്ങളെ ഇത്രയും ഒരു വൈൽഡ് ലൈഫ് അനിമലിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒരു 144 പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രയും ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നു. ഇത് ജനങ്ങൾക്കൊരു കാഷ്വാലിറ്റി സംഭവിക്കുക, എത്ര അപകടകരമായ ദൗത്യമാണ് ഇതെല്ലാം. ഈ സമയത്ത് ജനങ്ങൾക്കുള്ള പ്രശ്നം ഇതൊന്നും അവിടെ വിലയിരുത്തപ്പെടുന്നില്ല. ജനങ്ങളുടെ ശബ്ദം, ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വൈൽഡ് ലൈഫ് അനിമലിന് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, ഇതെല്ലാം നഗരമായിട്ട് ലംഘിക്കപ്പെട്ടു എന്നില്ലെന്ന് പറയാതെ കഴിയില്ല. ഇതൊരു വിഷയം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ
വൈൽഡ് അനിമൽ ആകുമ്പോൾ ഒരിക്കലും അത് ജനങ്ങളും വൈൽഡ് അനിമൽ ആൻഡ് പിന്നെ പീപ്പിൾ കോൺഫ്ലിക്റ്റ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വന അതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ കഴിയുന്നത്ര ഇതിനെ ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പ് ശ്രദ്ധിക്കേണ്ടത്. വനംവകുപ്പിന് പിന്നെ കർണാടക, തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിക്കുന്ന കുറേ നടപടികളുണ്ട്. ഇപ്പോൾ ഈ ആനകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ്, അതായത് മരങ്ങൾ, മുള, ഇങ്ങനത്തെ എല്ലാം വെച്ച് പിടിപ്പിക്കുന്ന നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുമൂലം ഈ ബാരിയേഴ്സ് കഴിയുന്നത്ര, ഇതെല്ലാം പ്രാക്ടിക്കലല്ല, ഞാൻ പറയുന്നത് എല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല. കഴിയുന്നത്ര നമുക്കത് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷനെങ്കിലും അതോടുകൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതെല്ലാം ഇല്ല, ഇതിപ്പോൾ കൂടി വരികയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇനിയും ആനകൾ ഇറങ്ങും, ഇനിയും കടുവകൾ ഇറങ്ങും. അപ്പം നമുക്കെല്ലാം ഇവരെല്ലാം നശിപ്പിച്ചതിന് ശേഷം നമ്മൾ മനുഷ്യന്മാർ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഞങ്ങളെപ്പോലുള്ള പിന്നെ മൃഗപ്രേമികൾ മാത്രമല്ല, ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം അത് ശരിയല്ല, നമ്മുടെ ഒരു എന്താ പറയുക, എക്കോളജിക്കൽ ബാലൻസേ തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം മാക്സിമം പ്രൊട്ടക്ട് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 51A പ്രകാരം നമ്മൾ ഈ മൃഗങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അത് നമ്മൾ ചെയ്തേ തീരുള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം നഗ്നമായ ലംഘനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും ഒരു മൃഗത്തിൻ്റെ അവകാശത്തിൻ്റെ ഒരു ഇഷ്യൂ അല്ല. പക്ഷെ അതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ കട്ടേൽ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്, കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ വളരെ ഗുരുതരമായ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇതാണ് വേറെ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പറയുന്നത്, ഇപ്പം ഈ കുങ്കിയാനകളെ വെച്ചിട്ട് കയറ്റിയ നടപടി, അത് ഇപ്പോൾ പല ആനകളിലും പറയുന്നുണ്ട് മസ്തകം വെച്ചിട്ട് കുത്തിയാണ് കയറ്റേണ്ടതെന്ന്. ഇത് ഇന്നലെ അവിടെ കണ്ടതൊന്നും അതല്ല. കൊമ്പ് കൊണ്ട് കുത്തി വളരെ റഫായിട്ടുള്ള രീതിയിലാണ് ആനയെ തള്ളി കയറ്റുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾക്ക് ഇത് എങ്ങനെ ഇനിയൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ നല്ല രീതിയിൽ ഒരു ആനയ്ക്ക് ഒരു കാഷ്വാലിറ്റി ഉണ്ടാവാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. തീർച്ചയായും അതൊന്നും ഇവിടെ നടക്കപ്പെടുന്നില്ല. അതാണ് ഏറ്റവും ഇവിടെ നമ്മൾ ഈ മാറ്റേണ്ട കുറേ സംഗതികൾ.